ചെമ്പനീർ പൂവിലാണെങ്കിൽ നാളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, അവൻ്റെ കൂട്ടുകാരൻ്റെ നിന്ന് കാശൊന്നും വാങ്ങിയിട്ടുള്ളതൊന്നുമല്ല, നിന്റെ സ്വർണം പണയം വെച്ച് തന്നെയാണ് അവൻ കാശൊക്കെ വാങ്ങിയിരിക്കുന്നത് രേവതി എന്ന് പറയുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അങ്ങനെ സച്ചിനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനെ, അതായത് സുധിക്ക് കാശ് കൊടുത്തു എന്ന് പറഞ്ഞവനെ കാണാനായിട്ട് പോകുന്നു. അവനിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിയുന്നു. അതായത് എനിക്കൊരു 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാണ് സച്ചി സമീപിക്കുന്നത്. ഇതേ സമയം അത്രയൊന്നും തരാൻ പറ്റില്ല, ഞാൻ പണ്ട് സുധിക്ക് ഒരു 25,000 കൊടുത്തിട്ടുള്ളൂ, അത് കിട്ടാൻ കിടച്ച ഒരു പാടേ, അതിൽ കൂടുതലൊന്നും ഞാൻ ഇതുവരെ അവന് കൊടുത്തിട്ടില്ല എന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ സച്ചിയാണെങ്കിൽ ഒരു പുതിയ അടവുമായിട്ട് അങ്ങനെ ചന്ദ്രോദയത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ കൂട്ടുകാരെ.